ഓം ശാന്തി. ലോകത്തിൽ വിജയം വരിച്ച എല്ലാ ആളുകളുടെയും ജീവിതകഥ നോക്കിയാൽ അവർക്കെല്ലാം ഉള്ളതായിരിക്കുന്ന ഒരു പൊതു സ്വഭാവമുണ്ട്, ഒരു കോമൺ ഫാക്ടർ. അതാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. സ്വന്തം ജീവിതത്തിൽ എന്ത് വെല്ലുവിളികൾ വരുമ്പോഴും അതിനെല്ലാം നേരിടാനുള്ള ശക്തി. തോറ്റ് ഇനി ഒന്നും നമുക്ക് ചിന്തിക്കാനില്ല എന്ന് പറയുമ്പോഴും അവിടെ നിന്നും അല്ല, ഞാൻ നേടിയെടുക്കും എന്ന് പറയാനുള്ളതായിരിക്കുന്ന ആത്മവിശ്വാസം. ജീവിതത്തിൽ ഏത് പരാജയത്തെയും വിജയത്തിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ശക്തി, അതിൻ്റെ പേരാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ആത്മവിശ്വാസത്തിൻ്റെ ശക്തി ഇല്ലാത്തിടത്തോളം നിങ്ങൾക്ക് എത്ര തന്നെ ജ്ഞാനം ഉണ്ടെങ്കിലും എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിലും ഇതിനൊന്നിനും പ്രാക്ടിക്കൽ ലൈഫിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല. എനിക്ക് അത് ചെയ്ത് പ്രൂവ് ചെയ്യാൻ എനിക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ആത്മവിശ്വാസം ഉണ്ടായേ തീരൂ. ആ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? കുറേ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 90% ആളുകൾക്ക് അവരാഗ്രഹിച്ച രീതിയിൽ ഒരു വിജയം നേടാൻ സാധിക്കുന്നില്ല എങ്കിൽ, അവരാഗ്രഹിച്ചതായിരിക്കുന്ന ഒരു വിജയത്തിൻ്റെ ലെവലിലേക്ക് അവർക്ക് എത്താൻ പറ്റുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം അവരുടെ നോളജ് കുറവ് മാത്രമല്ല, ആഗ്രഹത്തിൻ്റെ കുറവല്ല, പക്ഷെ ആത്മവിശ്വാസത്തിൻ്റെ കുറവാണ്. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് അതിൽ എത്തിച്ചേരാൻ വിധം അവനവൻ്റെ ആത്മവിശ്വാസത്തിനെ വളർത്തിക്കൊണ്ടുപോകാനുള്ളതായിട്ടുള്ള കുറവ് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തും സംഭവിച്ചോട്ടെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബന്ധപ്പെട്ടതായിരിക്കുന്ന ആളുകളുടെ അവസ്ഥകൾ നോക്കുമ്പോൾ ചിലർ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഇന്നലത്തെ കർമ്മമായിരിക്കാം ഇന്നത്തെ സാഹചര്യമായിട്ട് വരുന്നത്. പക്ഷേ ഇന്നലത്തെ കർമ്മം ഇന്നത്തെ സാഹചര്യമായിട്ട് വരുമ്പോൾ അതിനുള്ളിൽ കുരുങ്ങി നിൽക്കുന്ന മനുഷ്യൻ പകച്ചു പോവുകയാണ്. ഇനി എന്താ ചെയ്യണ്ടേ? എൻ്റെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്ക് അല്ലാതെ പോലും എൻ്റെ ജീവിതം പല വഴികളിലൂടെ വലിച്ചഴച്ച് ഇനി ഞാൻ എവിടേക്ക് നോക്കണം എന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് പേര് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പല രീതികളിലായിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പം ഞാൻ ഉറപ്പിച്ച് നിശ്ചയിച്ചു, ഇന്ന് ഇങ്ങനൊരു വീഡിയോ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തേ തീരും. ലോകത്തെല്ലാവരും നമ്മളെ കുറ്റം പറഞ്ഞോട്ടെ, നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും നിങ്ങളെ പരാജയത്തിൽ നിങ്ങളെ കുറ്റപ്പെടുത്താൻ മാത്രം നിന്നോട്ടെ. പക്ഷേ ഈ ഒരു ശക്തി നിങ്ങൾക്ക് ഉണർത്തിയെടുക്കാൻ സാധിക്കുമെങ്കിൽ സ്വന്തം ജീവിതം നമ്മൾ ഇച്ഛിക്കും പോലെ ഉയർത്തിയെടുക്കാൻ, അഥവാ നിങ്ങളെ ഒന്നുമല്ലാതാക്കിക്കൊണ്ട് നിങ്ങൾ ശൂന്യമെന്ന്, നിങ്ങൾ മോശക്കാരെന്ന് എല്ലാവരുടെ മുന്നിലും നാണം കെടുത്തിയ അല്ലെങ്കിൽ മോശമാക്കിയ ആളുകളുടെ മുന്നിൽ നിങ്ങൾക്ക് വെല്ലുവിളിയോട് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കണമെങ്കിൽ ഈ ഒരു ശക്തി ഡെവലപ്പ് ചെയ്തേ പറ്റൂ. ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞു തരികയാണ്. പ്രതികാരം എന്ന് പറയുന്നത് ഒരു ഹീനഭാവനയാണ്. എന്നോട് ഇങ്ങനെ പെരുമാറിയവരോട് ഞാൻ പ്രതികാരം ചെയ്തേ തീരൂ, അവരെ ഈശ്വരൻ ശിക്ഷിച്ചേ പറ്റൂ, അവർക്ക് വേണ്ടി ഭഗവാൻ കൊടുത്തേ പറ്റൂ. ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കരുത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രതികാരം എന്ന ഹീനഭാവന അത് ഒരിക്കലും പോസിറ്റീവ് എനർജി അല്ല, നെഗറ്റീവ് എനർജിയാണ്. എന്ത് കാരണം കൊണ്ടാവട്ടെ എന്നോട് ചെയ്തവരോട് എനിക്ക് തിരിച്ചു ചെയ്യണം എന്ന ഫീലിംഗ്, ഒരു നെഗറ്റീവ് പ്ലാനിങ്, അത് നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിലാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ആ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മനസ്സിൻ്റെ ഉള്ളിൽ തോട്ട്സ് നെഗറ്റീവായിട്ടേ വരുള്ളൂ, പോസിറ്റീവായിട്ട് വരില്ല. നിങ്ങളെ എല്ലാവരും കൊണ്ട് കുഴിയിലാക്കിയത് കൊണ്ടുള്ള സങ്കടം കൊണ്ടാവാൻ ഉണ്ടാവുന്നത്. പക്ഷേ ഉണ്ടാകുന്നത് നെഗറ്റീവ് ഫീലിംഗ് ആണെങ്കിൽ എഗെയിൻ ആൻഡ് എഗെയിൻ താഴേക്ക് 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 പോകാമെന്നല്ലാതെ ഉയർന്നു വരുന്ന ഒരു അവസ്ഥ അവർക്ക് പറഞ്ഞിട്ടേയില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ മഹാഭാരതത്തിലെ ഒരു വാക്യം കൃത്യമായിട്ട് ഓർത്തുപോകും. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പോയിന്റാണ്, ഞാൻ പല സന്ദർഭങ്ങളിലായിട്ട് ഓർമ്മിക്കാറുള്ളൊരു പോയിന്റാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുകയാണ്. മഹാഭാരതത്തിൽ വസ്ത്രാക്ഷേപത്തിന് വിധേയയാക്കപ്പെട്ടതായിരിക്കുന്ന പാഞ്ചാലി ആ വസ്ത്രാക്ഷേപത്തിൻ്റെ എല്ലാ ദുഃഖഭാരവും സങ്കടവും കൊണ്ട് തൻ്റെ അറയിൽ വന്ന് വാതിലടച്ചിരിക്കുകയാണ്. കഥയിൽ പറയുന്നു മറ്റാർക്കും അത് തുറക്കാനായില്ല. ശ്രീകൃഷ്ണൻ വന്ന് തൻ്റെ ശക്തിയാൽ അത് തുറന്ന് പാഞ്ചാലിയുടെ അടുത്ത് എത്തുകയാണ്. അപ്പോൾ പാഞ്ചാലി തൻ്റെ സങ്കടമൊക്കെ പറഞ്ഞ് കൃഷ്ണനുമായിട്ടുള്ള കുറച്ച് സംസാരം കഴിഞ്ഞ ശേഷം കൃഷ്ണൻ പാഞ്ചാലിയോട് പറയുന്നൊരു വാക്ക് എനിക്കത് ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങളും ഈ കാര്യം ജീവിതത്തിന് ഒരുപാട് സന്ദർഭങ്ങളിൽ ഓർമ്മിക്കണം. ആ ഒരു വാക്കുകളുടെ ശക്തിയുണ്ട്. നീ അഥവാ ദുര്യോധനനോടും ദുശാസനോടും പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആദ്യം അവരോട് ക്ഷമിച്ചേക്കെന്ന് പാഞ്ചാലി സ്തബ്ധയായിട്ട് ചോദിക്കുകയാണ്. അവരോട് ക്ഷമിക്കാനോ? ദുര്യോധനനോടും ദുശാസനോടും ഞാൻ ക്ഷമിക്കാനോ? പറയാം, തീർച്ചയായിട്ടും. കാരണം കർമ്മം എന്തോ ആവട്ടെ, പാഞ്ചാലിയുടെ ആ സമയത്ത് കൃഷ്ണൻ പറയുന്നത് ഇതുവരെ നീ അനുഭവിച്ചത് നിന്റെ കർമ്മഫലമല്ല, അഗ്നിയിൽ നിന്ന് ജനിച്ചവൾ എന്നാണ് പറയുന്നത്, പുതിയൊരു റീബർത്ത്. എനിവേ, റീബർത്തിന് വിധേയയാക്കപ്പെട്ട മുജ്ജന്മത്തിലെ കർമ്മം കൊണ്ട് ഒരു സാഹചര്യത്തിൽ നമ്മൾ കുരുങ്ങി, ആ സമയത്ത് സാഹചര്യത്തിൻ്റെ കുരുക്കിനാൽ നിങ്ങൾ വന്നൊരു സന്ദർഭത്തിൽ കുരുങ്ങി പോവുകയാണ്. മറ്റുള്ളവരുടെ അവരുടെ സ്വാർത്ഥത മാത്രം നോക്കി അതിൻ്റെ ഫലം അനുഭവിക്കാൻ വിധേയമാക്കപ്പെടുകയാണ്. ആ ജന്മത്തിൽ നിങ്ങൾ അറിയുന്നില്ല കർമ്മഫലം, മുജ്ജന്മത്തിൻ്റെയാണ്. പോട്ടെ,
പക്ഷേ ആ സമയത്ത് എൻ്റെ മനസ്സിനുള്ളിൽ നിന്ന് അവരോടുള്ള പ്രതികാര ചിന്ത എന്തുകൊണ്ട് ഇല്ലാതാക്കണം? അണ്ടർലൈൻ ചെയ്യേണ്ട പോയിന്റ് ഇതാണ്. നിന്റെ മനസ്സിനുള്ളിൽ പ്രതികാരത്തിൻ്റെ ചിന്ത വന്നു കഴിഞ്ഞാൽ നിന്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവ് സങ്കല്പങ്ങൾ ആ വ്യക്തികളെ മാത്രമേ നിനക്ക് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. അതേസമയം നിന്റെ മനസ്സിനുള്ളിൽ അവരോട് ക്ഷമിച്ചുകൊണ്ട് ഒരു ചക്രവർത്തിനിയായ നിനക്ക് ഇത് അനുഭവിക്കേണ്ടി വന്നുവെങ്കിൽ ഇനി വരാൻ പോകുന്ന സാധാരണക്കാരായിരിക്കുന്ന സ്ത്രീകൾ, സാധാരണ ജനതയുടെ പത്നിമാര്, അവർക്ക് എന്തെല്ലാം അനുഭവിക്കേണ്ടി വന്നേക്കും. അതെല്ലാം ഇല്ലാതാക്കണമെങ്കിൽ ദുര്യോധനനെയും ദുശാസനെയും ലോകത്ത് നമുക്ക് ഇല്ലാതാക്കണം. ലോകത്തുനിന്ന് ദുര്യോധനനെയും ദുശാസനെയും ഇല്ലാതാക്കണമെങ്കിൽ ആ വ്യക്തികളോടുള്ള വൈരാഗ്യം മറന്നുകൊണ്ട് ആ കർമ്മത്തെ ലോകത്തിന് ഇല്ലാതാക്കണം. ആ കർമ്മത്തെ ലോകത്തിന് ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ശക്തമായ സങ്കല്പങ്ങൾ ഉണർന്നു വരണം. അതുകൊണ്ട് നമ്മളോട് ആര് എന്തോ ചെയ്തോട്ടെ, അപമാനിച്ചവരാവാം, നിങ്ങളെ സ്വന്തമാക്കിയ ശേഷം ഉപേക്ഷിച്ചവരായിരിക്കാം, നിങ്ങളെല്ലാം നേടിയെടുത്ത ശേഷം നിങ്ങളെ ഒരു ചവറ് പോലെ കളഞ്ഞവരായിരിക്കാം, പൈസയെ സ്നേഹിക്കുന്ന ഭാര്യമാരായിരിക്കാം, ഭാര്യമാർ ഉപയോഗിച്ച ശേഷം ഉപേക്ഷിച്ചു പോയ ഭർത്താക്കന്മാരായിരിക്കാം, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആരുടെയൊക്കെയോ തലയിൽ ജീവിതം കെട്ടിവെച്ചതായിരിക്കാം. എന്തുമാകട്ടെ നിങ്ങളുടെ ബാക്ക് ഹിസ്റ്ററി, അതെല്ലാം നിങ്ങളുടെ ബാക്ക് ഹിസ്റ്ററിയാണ്. പുട്ട് എ ഫുൾ സ്റ്റോപ്പ്. എന്നിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് യാത്ര ചെയ്യണം. നമ്മുടെ ഉള്ളിൽ നിന്ന് ആ നെഗറ്റീവായിരിക്കുന്ന എല്ലാ ഫീലിങ്സിനും ഡിലീറ്റ് ചെയ്തേക്കണം. എന്നിട്ട് ഹൈലി പോസിറ്റീവ് പവർഫുൾ തോട്ട്സിനെ നമ്മുടെ മനസ്സിലേക്ക് ഇൻജക്റ്റ് ചെയ്യണം നമുക്ക്. എന്നാൽ നമ്മൾ ജയിക്കും. പ്രതികാരം ചെയ്യും, മധുര പ്രതികാരം. നിങ്ങളെ ഒന്നുമല്ലാതാക്കി മാറ്റിയവരുടെ മുന്നിൽ വിജയിച്ച് ജീവിച്ച് കാണിക്കുമ്പോൾ, അവരോട് സ്നേഹത്തോടെ ഇന്നലെ നിങ്ങളെ തഴഞ്ഞവരോട് ഒരു സഹായത്തിൻ്റെ കൈ നീട്ടുമ്പോൾ അതിൻ്റെ പേരാണ് മധുര പ്രതികാരം. അത് മധുരമാണ്, മറ്റൊന്ന് കയ്പാണ്. അതുകൊണ്ട് പ്രതികാരത്തിൻ്റെ ഭാവനയെ ഇല്ലാതാക്കിക്കൊണ്ട് മധുര പ്രതികാരം നമുക്ക് ചെയ്യാം. സ്വയം വളർന്നു കാണിക്കാം, നമുക്ക് സ്വയം വിജയിച്ചു കാണിക്കാം. നമുക്ക് അങ്ങനെ വിജയിച്ചു കാണിക്കണമെങ്കിൽ, അങ്ങനെ പവർഫുള്ളായിട്ട് മുന്നേറണം എന്നുണ്ടെങ്കിൽ ആത്മവിശ്വാസത്തിൻ്റെ ശക്തി അത് നമുക്ക് ഡെവലപ്പ് ചെയ്തേ പറ്റൂ. അതിനെങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് പറ്റും? അതിനുള്ള കുറച്ച് ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്, എല്ലാവരാലും തഴയപ്പെട്ട് ഒറ്റയ്ക്ക് നിങ്ങൾ നിൽക്കുകയാണ്. ആ നല്ല കാര്യം. ഒറ്റയ്ക്ക് നമുക്കൊപ്പം കുറച്ച് നേരം ഇരിക്കേ. ഒരു പക്ഷെ ആദ്യം ഒഴുകി വരുന്നത് മുഴുവൻ സങ്കടത്തിൻ്റെ കടലായിരിക്കാം. ഒരു പേപ്പറും പെന്നും, ഒരു ബുക്കും പെന്നും വെച്ചോ വേണമെങ്കിൽ മുഴുവൻ അങ്ങ് എഴുതി 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 തീർക്ക്. പോട്ടെ, മനസ്സിൽ നിന്ന് അങ്ങ് പുറത്തേക്ക് പ്രവഹിപ്പിക്കുക. ആരും തരയരുത് പറയാൻ വേണ്ടിയിട്ട്, ആരെയും കണ്ടെത്താൻ നോക്കരുത്, ഏതെങ്കിലും ഒരു വ്യക്തിയെ ആധാരമാക്കരുത്. ഞാൻ എടുത്തു പറയുകയാണ്, ഒരു വ്യക്തികളും മനുഷ്യന്മാരാണ്. ഒരാളെ ആധാരമാക്കണ്ട. പേപ്പറിൽ എഴുതിക്കോ. ഭഗവാനോട് സംസാരിച്ച് കളഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോണ്ടല്ലോ, ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം നിങ്ങൾക്ക് മാക്സിമം എടുക്കുമായിരിക്കും. മനസ്സിൻ്റെ ഭാരങ്ങൾ കാലിയാവും. എഴുതാൻ കാര്യങ്ങളില്ലാതായി എന്ന് വെച്ചാൽ മനസ്സിലാക്കിക്കോളൂ, മനസ്സിലെ ഭാരം പുറത്തേക്ക് പതുക്കെ കുറയാൻ തുടങ്ങും. നിങ്ങൾക്ക് ഫീൽ ചെയ്യും, യെസ്, എൻ്റെ മനസ്സിൻ്റെ ഭാരം ഇപ്പം എന്തോ കുറഞ്ഞ പോലെ. ചിലപ്പോൾ കുറച്ച് ഉപ്പുവെള്ളം പുറത്തേക്ക് ഒഴുകിയിരിക്കും. ഒറ്റയ്ക്കിരുന്ന്, ആരുടെ മുന്നിലും അല്ല, ഈശ്വരൻ്റെ മുന്നിലിരുന്ന് ഒഴുകട്ടെ കുറച്ച് ഉപ്പുവെള്ളവും പേപ്പറും പെന്നും ചേർത്ത് നമുക്ക് മനസ്സിൻ്റെ ഭാരത്തിനെ അങ്ങ് കഴുകിക്കളയാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ സ്വയം അവനവനിലേക്ക് വീണ്ടും നോക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ശക്തികൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ കഴിവുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ലിസ്റ്റ് ചെയ്ത് നോക്ക്. ഒരു ഗുണമെങ്കിലും, ഒരു കഴിവെങ്കിലും, ഒരു ക്വാളിറ്റിയെങ്കിലും ഇല്ലാതെ ഒരു മനുഷ്യനെയും ഭഗവാൻ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടില്ല. നിങ്ങളും ആ മനുഷ്യന്മാരുടെ കൂട്ടത്തിലൊരാളാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു കലയുണ്ടായിരിക്കും. ജീവിതത്തിൽ നിങ്ങൾ കൊച്ചു ചെയ്ത കാര്യങ്ങളെ, നിങ്ങൾ ആനന്ദിച്ച നിമിഷങ്ങളെ, ജയിച്ചു എന്ന് തോന്നിയ കൊച്ചു കാര്യങ്ങളെ ഒക്കെ ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഉപയോഗിച്ച നിങ്ങളുടെ ശക്തി എന്തായിരുന്നു, ഏതാണ് നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി, അത് കണ്ടെത്ത്. അതിൻ്റെ ആധാരത്തിൽ ആ ലിസ്റ്റ് ഇട്ട് ഇതാണ് എൻ്റെ എന്ന് കണ്ടെത്തുന്ന നിമിഷം നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് യെസ്, എനിക്കും ചെയ്യാൻ സാധിക്കും എന്നൊരു ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങും. ആ ശക്തി ഉണർന്നു കഴിയുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, വെല്ലുവിളിക്ക്. നമ്മുടെ ജീവിതത്തിൽ എന്നോട് എനിക്കിത് ചെയ്യാനാവോ, അയ്യോ അങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെയായില്ലേ, അവിടെ പറഞ്ഞു കേട്ടോ, അവർ പറഞ്ഞത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇവരെന്നോട് അങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് കുട്ടിക്കാലം തൊട്ട് നിന്നെ കൊണ്ടത് കഴിയില്ല, നിനക്കത് പറ്റില്ല, നീയല്ലേ ജയിച്ചാവാൻ പോകുന്നത്, എന്തിനാ മോളെ മണ്ണാൻ ചാടിന് കണ്ടിട്ട് മണ്ണാൻ ചാടാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെ ഒത്തിരി കോട്ടിങ്സിലൂടെ, കാര്യങ്ങളിലൂടെ നമ്മുടെ മേലെ മറ്റുള്ളവർ അടിച്ചേൽപ്പിച്ചതായിരിക്കുന്ന ആ കോട്ടുണ്ടല്ലോ, അതിനെ അങ്ങ് പൊട്ടിച്ചെറിഞ്ഞേക്കണം. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് ഫീലിങ്സിനെയും പവർഫുള്ളായിട്ട് മാറ്റ്.
ഒന്ന് പഠിച്ചു നോക്ക്. എല്ലാ ജീവിതത്തിൽ വിജയം നേടിയ ആളുകളും ഈ കോട്ട് അല്ലെങ്കിൽ ഈ കോട്ട ഇത് പൊളിച്ചിട്ടവർ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഉറപ്പിച്ച് അവരോട് പറയും, ഞാനും പൊളിച്ചിരിക്കും, ഞാനും ഇതിൽ നിന്ന് പുറത്ത് കടന്നിരിക്കുന്നു. നമ്മുടെ ബിലീഫ് സിസ്റ്റം, ഇതെനിക്ക് പറ്റുള്ളൂ എന്നുള്ള സിസ്റ്റം, എന്നെക്കൊണ്ട് ഇതാവില്ല എന്നുള്ള സിസ്റ്റം, ഇത് കുറച്ച് ടഫാണെന്നുള്ളതായിട്ടുള്ള തോട്ട്സ്, എനിക്കിത് സാധിക്കും എന്നുള്ളതായിട്ടുള്ള ഭയം, എല്ലാത്തിനെയും പൊട്ടിച്ചെറിയാൻ 1000 വട്ടം പറയും, ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മാവാണ്, ഞാൻ ഈശ്വരൻ്റെ പുത്രനാണ്, ഈശ്വരൻ്റെ പുത്രിയാണ്, എൻ്റെ കൂടെ സ്വയം ഭഗവാനുണ്ട്, ധർമ്മമാണ്, സത്യമാണ്, നീതിയാണ് എങ്കിൽ അവിടെ കൂടെ ഈശ്വരനും ഉണ്ടായിരിക്കും. ആ ഈശ്വരൻ്റെ ശക്തി എൻ്റെ കൂടെയുള്ള ഈ ഭൂമിയിൽ ഒരാൾക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ആ രീതിയിൽ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിന് സ്വയം നമ്മൾ തന്നെയാണ് പൊട്ടിച്ചെറിയേണ്ടത്. മറ്റുള്ളവർ നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്ന ലേബലുകളെ പറിച്ചെറിഞ്ഞേക്കണം. എന്നിട്ട് ശക്തമായിട്ട് മുന്നോട്ട് വരണം. അതിന് ഈ തോട്ട്സ്, ഈ അഫർമേഷൻ രാവിലെ ഉണർന്ന ഉടനെ തന്നെ ഐ ആം മാസ്റ്റർ ഓൾമൈറ്റി അതോറിറ്റി, ഐ ആം ദ സക്സസ്ഫുൾ പേഴ്സൺ. അതുപോലെ ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മ, സഫലത എൻ്റെ ജന്മസിദ്ധ അധികാരമാണ്. ഒരു മന്ത്രം പോലെ പറഞ്ഞു നിങ്ങൾ ഫീൽ ചെയ്യൂ, വിത്ത് എനർജി. എത്ര തവണ പറ്റുമോ അത്ര തവണ പറയൂ. ഈശ്വരൻ്റെ സാന്നിധ്യം സ്വന്തം കൂടെ അനുഭവിക്കൂ. കൂടുതൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് തരും. നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ആ ഫീല് വരുമ്പോൾ ഈ ലോകത്തിലെ മുഴുവൻ ഊർജ്ജം നമ്മളിലേക്ക് ഒഴുകി വരിക നമുക്ക് തോന്നിപ്പോവും. അത്ര എനർജി നമുക്ക് നിറയ്ക്കാൻ പറ്റും. 3rd സ്റ്റേജ്, നമുക്ക് വേണ്ട കുക്കി നമ്മൾ തന്നെ പാകം ചെയ്യുക. എന്ന് വെച്ചാൽ അർത്ഥം, ചിലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ എല്ലാ തോട്ട്സും ക്രിയേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ വിമർശനം കേൾക്കുമ്പോൾ, അഥവാ ഏതൊക്കെ ആളുകൾ നമ്മളെ കളിയാക്കാനും നിങ്ങളൊന്നുമല്ല എന്ന് പറയാനും നിങ്ങളൊന്നും അല്ലാത്തവരാക്കാനും ശ്രമിക്കുന്ന കൂട്ടത്തിൽ പോകുമ്പോൾ ചിലപ്പോൾ കുറച്ചൊക്കെ കോൺഫിഡൻസ് കുറഞ്ഞേക്കാം, കുറച്ചൊക്കെ നമ്മളെ തന്നെ സംശയിച്ചേക്കാം. അങ്ങനെ നമ്മളെ സംശയിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിട്ടിയ നല്ല നല്ല മൊമെൻറ്റ്സിനെ ഞാൻ ഭഗവാന്റെ മഹാവാക്യത്തിൻ്റെ ആധാരത്തിൽ പറയാം. നിങ്ങൾ ലഹരിയുടെ നിമിഷങ്ങളെ ഓർമ്മിക്കൂ. എന്നുവെച്ചാൽ മെഡിറ്റേഷനിൽ നമുക്ക് അഥവാ ഈശ്വരനുമായിട്ട് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മൈൻഡ് ഡിസ്റ്റർബ്ഡ് തോട്ട്സ് വന്നാൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മുടെ അടുത്ത് ഭഗവാൻ പറയാറ്, നിങ്ങൾ നന്നായിട്ട് ഈശ്വരനുമായിട്ട് ലിങ്കിൽ ആനന്ദിച്ചൊരു നിമിഷത്തിൻ്റെ മെമ്മറി അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. ആ നിമിഷം ഒന്ന് ഓർത്ത് നോക്ക്, ആ ഫീലിംഗ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്ക്. ദ സെയിം അടുത്ത സെക്കൻഡിൽ നമ്മൾ ആ ഹൈ ലെവൽ ഫീലിങ്ങിലേക്ക് അങ്ങ് ജമ്പ് ചെയ്യും. മെഡിറ്റേഷൻ്റെ അഗാധമായ അനുഭൂതിയിലേക്ക് പോകാൻ പറ്റുകയും ചെയ്യും. ഇൻ ദ സെയിം വേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചതായിരിക്കുന്ന നല്ല നല്ല കൊച്ചു കൊച്ചു കാര്യങ്ങളെ നിങ്ങൾ തന്നെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ആ ഒരു നല്ല നിമിഷങ്ങളെ ഓർത്ത് നോക്ക്. നിങ്ങൾ ചെയ്ത് കാണിച്ച അഥവാ ജയിച്ച കൊച്ചു കൊച്ചു കാര്യങ്ങളെ ഓർത്ത് നോക്കൂ. ആ നിമിഷം നമ്മുടെ ഉള്ളിൽ നിന്നൊരു ശക്തി ഉണർന്നു വരുന്നത് നമുക്ക് കാണാം. ആരെന്തോ പറഞ്ഞോട്ടെ ഞാൻ ചെയ്യും എന്നതായിരിക്കുന്ന ഒരു പവർഫുൾ ഫീലിംഗ്. ഒരു ഹിറ്റ് ചെയ്ത പോലെ ആരോ നമ്മളവൻ തള്ളി മുന്നോട്ടിട്ട പോലെ നമുക്ക് തോന്നിപ്പോവും. കുറേ നമ്മളങ്ങ് മുന്നോട്ട് പോകും. പിന്നെ 4ാമത്തെ കാര്യം, എന്ത് വലിയ ലക്ഷ്യം നേടാൻ വേണ്ട യാത്രയിൽ പോവുകയാണെങ്കിലും നമ്മൾ ആ വലിയ ലക്ഷ്യത്തിലേക്ക് വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഇടയിൽ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും ആ കയറി നിൽക്കുന്ന ഹൈറ്റ്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ, ആ വായുവിൻ്റെ ഡിഫറൻസ്, ആ ലെവൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ ഓരോ ഹൈറ്റ്സും നമുക്ക് ആസ്വാദ്യകരമായിട്ട് മാറും. ജീവിതത്തിൻ്റെ വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ചെയ്യാൻ വേണ്ടി കൊച്ചു കൊച്ചു ലക്ഷ്യങ്ങൾ, ഇന്നത്തെ ദിവസം ഈ ഒരു കാര്യം ഏറ്റവും ചെറുതായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ആർജിക്കാൻ പറ്റുന്ന ഒരു ഗോൾ സെറ്റ് ചെയ്യേ. എന്നിട്ട് ആ ഗോള് നേടിയെടുത്ത് കഴിയുമ്പോൾ ആനന്ദിക്കേ. ഇന്നത്തെ ദിവസം എൻ്റെ ഗോൾ ഞാൻ ആർജിച്ചു. പിറ്റേ ദിവസം ഒരു 0.1% എങ്കിലും വലിയൊരു ഗോളാക്കി മാറ്റ്, അതിന് ആർജിക്കേ. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ദിവസവും നമ്മുടെ ഹൈറ്റ്സിൽ നമ്മൾ കയറുന്നതായിട്ടുള്ള സക്സസ്സിൽ, വിജയത്തിൽ ആനന്ദിക്കാൻ തുടങ്ങുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉപബോധ മനസ്സിനെ ആനന്ദിക്കുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുവരും. നമ്മുടെ ഉപബോധ മനസ്സിനുള്ളിൽ ഹാപ്പിനെസ് നിറയാൻ തുടങ്ങും. എത്രത്തോളം പോസിറ്റീവ് എനർജി നിറയുന്നുണ്ടോ അത്രത്തോളം ഉള്ളിലെ വിഷമം, സങ്കടം, ദുഃഖം, നിരാശ ഇതൊക്കെ ഒഴുകി പോകാൻ തുടങ്ങും. അത് 100% പോസിറ്റീവ് എനർജി കൊണ്ട് 100% പ്ലാനിങ്ങിലൂടെ, ആക്ഷനിലൂടെ മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഒരു ദിവസം നിങ്ങൾ ആ ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്യും. ഇൻ ബിറ്റ്വീനിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ, അപ്പോഴൊക്കെ പറഞ്ഞോ, നിങ്ങൾക്കറിയാത്തൊരു സീക്രട്ട് സക്സസ് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, കാണാം നിങ്ങൾക്കൊരു ദിവസം എന്ന് സ്വന്തം മനസ്സിൽ പവർഫുൾ തോട്ട് ക്രിയേറ്റ് ചെയ്യേ. അങ്ങനെ ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകും. ആരൊക്കെ നിങ്ങളെ തഴഞ്ഞ് ഒരു ചവറ്റുകൊട്ടയിലെ വേസ്റ്റാക്കാൻ നോക്കിയോ, അവരുടെ മുന്നിൽ ഈ ലോകം കാണുന്ന പുഷ്പമായി വിടർന്ന് നിൽക്കുമ്പോൾ അവരെല്ലാം നിങ്ങളോടൊന്ന് മിണ്ടാൻ, നിങ്ങളുടെ കൂടെ ഒന്ന് നിൽക്കാൻ, നിങ്ങളെ സ്വന്തമാക്കാൻ നിങ്ങളുടെ പിന്നാലെ വരും. അതിൻ്റെ പേരാണ് വിജയം എന്ന് പറയുന്നത്. അതിൻ്റെ ആധാരമാണ് ആത്മവിശ്വാസം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യണം. ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. എന്ത്
തിരക്കായിക്കോട്ടെ, എത്ര തന്നെ ബിസി ആ ഷെഡ്യൂളിലേക്ക് നിങ്ങൾ പോയിക്കോട്ടെ, മെഡിറ്റേറ്റ് ചെയ്യാനും ഈശ്വരന് കത്തെഴുതാനും ഒരിക്കലും മറക്കരുത്. ഇത് രണ്ടും നിങ്ങൾക്ക് 2 കാലുകളാണ് മുന്നോട്ട് പോകാൻ. ഈ 2 കാലുകളെയും വെച്ചുകൊണ്ട് ഈ സ്റ്റെപ്സിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകൂ. തീർച്ചയായിട്ടും വിജയം നിങ്ങളുടെ സ്വന്തമാണ്. നിങ്ങൾക്കങ്ങനെ ഏറ്റവും നല്ല വിജയികളായിക്കൊണ്ട് ഈ ലോകത്ത് തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളായി മാറാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.